പ്രിയമുള്ളവരെ, എല്ലാവരിലും പരമകാരുണികൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫെബ്രുവരി 9 തിങ്കളാഴ്ച, ചന്ദ്രമാസം ശാബാൻ 22, ഈ മാസത്തിലെ ലാസ്റ്റ് ക്വാർട്ടർ ദിവസമാണ്. ചന്ദ്രൻ്റെ സ്വയംഭ്രമണവും ഭൂമിക്ക് ചുറ്റുമുള്ള അതിൻ്റെ പരിക്രമണവുമാണ് ചന്ദ്രമാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. സ്വയംഭ്രമണത്തിനും ഭൂമിക്ക് ചുറ്റുമുള്ള അതിൻ്റെ പരിക്രമണത്തിനും എടുക്കുന്ന സമയമാണ് ഒരു മാസം എന്ന് പറയുന്നത്. അത് 3/4 ഭാഗം പൂർത്തിയാകുന്ന ദിവസമാണ് ലാസ്റ്റ് ക്വാർട്ടർ ദിവസം. വേൾഡ് ടൈം 12:43 അത് സംഭവിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ സമയം തിങ്കളാഴ്ച വൈകിട്ട് 6:13. ആ സമയത്ത് നമ്മുടെ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാവുകയില്ല. ലാസ്റ്റ് ക്വാർട്ടർ ദിവസത്തിലെ ചന്ദ്രൻ ഉദിക്കുന്നത് അർദ്ധരാത്രിയും അസ്തമിക്കുന്നത് ഉച്ചക്കുമാണ്. അന്ന് രാവിലെ നമുക്ക് സൂര്യോദയ സമയത്ത് ആകാശത്തോട്ട് നോക്കിയാൽ നമ്മുടെ തലക്ക് മുകളിലായിട്ട് നേർപകുതി വലുപ്പമുള്ള ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വാർട്ടർ, ഫുൾ മൂൺ, ലാസ്റ്റ് ക്വാർട്ടർ എന്നിങ്ങനെയുള്ള ചന്ദ്രൻ്റെ 3 പ്രാഥമിക ഘട്ടങ്ങൾ തിങ്കളാഴ്ച ഫെബ്രുവരി 9 തിങ്കളാഴ്ച കൊണ്ട് പൂർത്തിയാകും. ഇനി ഒരു പ്രാഥമിക ഘട്ടം കൂടിയാണ് ബാക്കിയുള്ളത്. അത് ന്യൂ മൂൺ ആണ്. അമാവാസി ദിവസത്തിലാണ് അത് സംഭവിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ആ സമയത്ത് സംസാരിക്കാം. എന്തിനാണ് ഇങ്ങനെ ചന്ദ്രൻ്റെ ഭ്രമണ പരിക്രമണങ്ങളുടെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം. അത് മറ്റൊന്നുമല്ല, ചന്ദ്രൻ്റെ ഭ്രമണ പരിക്രമണങ്ങളില്ലെങ്കിൽ ചന്ദ്രമാസം ഇല്ല. അതാണ് അതിൻ്റെ കാരണം. ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുകയും അതോടൊപ്പം ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നില്ല എങ്കിൽ നാം എന്നും കാണുന്ന ചന്ദ്രൻ ഒരേ വലിപ്പമുള്ള ചന്ദ്രനായിരിക്കും. സൂര്യനെപ്പോലെ തന്നെ ഒരേ വലിപ്പത്തിലാണ് ചന്ദ്രനെ കാണുക. ചന്ദ്രമാസം എന്നാൽ ഈ ഭ്രമണ പരിക്രമണങ്ങളാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത്. അത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചന്ദ്രമാസം നിർണ്ണയിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതിൻ്റെ 4ാമത്തെ ഘട്ടം ആയ അമാവാസി ദിവസത്തിലെ ന്യൂ മൂൺ കഴിയുന്നതോടുകൂടി ആ മാസം അവസാനിക്കുമെന്ന കാര്യം തീർച്ചയാണ്. പിറ്റേ ദിവസം മുതൽ പുതിയ മാസത്തിൻ്റെ ഭ്രമണ പരിക്രമണത്തിലായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക. ആ സമയത്ത് ഭൂമിയിലുള്ള നമ്മളും എന്തായിരിക്കണം? ആ മാസത്തിലായിരിക്കണം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, എല്ലാവരിലും പരമകാരുണികൻ്റെ രക്ഷയും സമാധാനവും